ഇന്ന് നമ്മൾ മിനി ടൂറിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് തന്നെ പറശ്ശിനി തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ പറശ്ശിനി എത്തി ചായയെല്ലാം കുടിച്ച് നമ്മൾ മാട്ടൂർക്ക് ബോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ ബോട്ട് 9:30 പോയി. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ 10 മണിയായി. അങ്ങനെ നമ്മൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ച് ബസ്സിലൊക്കെ കയറി നമ്മളവിടെ എത്തി. ഫസ്റ്റ് തന്നെ നമ്മൾ കുതിരയമ്മേന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുതിരേനെയൊക്കെ കണ്ട് നമ്മളുള്ളിൽ കയറി എല്ലാ വിധം ജീവികളെല്ലാം കണ്ട് നമ്മൾ മീനുകളുടെ സെക്ഷനിലൊക്കെ എത്തി. പിന്നെ പൂച്ചേനെയും കുറേ ബേർഡ്സിനെല്ലാം കണ്ടു. നല്ല ഭംഗിയുള്ള തത്തയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു കുഞ്ഞു ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെല്ലാം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കൂടെല്ലാം വെച്ച് അവരതിൻ്റെ ഉള്ളൊരു ഫാമിലി പോലെ താമസിക്കുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ 2 കിളി കപ്പിൾസിനെ കണ്ട കേട്ടോ. നമ്മളെ കണ്ടപ്പോൾ അവർ വേഗം എന്തോ സൗന്ദര്യപ്പെടുത്താൻ കാരണം അവർ മാറിയിരുന്നു. പിന്നെ അങ്ങനെ കുഞ്ഞി കുതിരേനെയും എമൂനെല്ലാം കണ്ട് കുഞ്ഞി പശു അങ്ങനെയെല്ലാം ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞി പശുവിനെയും കുഞ്ഞി കുതിരേനെയും എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒട്ടപ്പക്ഷിയിലേക്ക് ചെന്നപ്പോൾ ഒട്ടകപ്പക്ഷി എന്തോ വലിയ കാര്യത്തിലായിരുന്നു. അങ്ങനെ കഴുതേനെയും ഒട്ടകത്തിനെല്ലാം കണ്ട് ഈ ആട് നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ രോമം അങ്ങനെ പിടിച്ചു വലിക്കാനെല്ലാം. അത് ചെമ്മരിയാടിൻ്റെ ആണെങ്കിലും നല്ല പഞ്ഞി പോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതേതോ അമേരിക്കയിലെ കുരങ്ങാത്രേ. അങ്ങനെ ഞാൻ ഈ കിളീനെല്ലാം പിടിച്ചു. ആ പാമ്പിനെ പിടിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ ഇത് ഒതുക്കി. പാമ്പിനെ കൊച്ചു പേടിയായതുകൊണ്ട് പിന്നെ എല്ലാ ആൻറ്റിമാരെല്ലാവരും കിളീനെല്ലാം പിടിച്ച് ഞാനും പിന്നെ കിളീനെ പിടിച്ചില്ലെങ്കിൽ മോശമല്ല. അങ്ങനെ ഞാനും ഒരു കിളീനെല്ലാം പിടിച്ചു നിന്നു. ലഫിയാൻ്റെ എല്ലാവരും പിടിച്ചു. അനശ്വരവിൻ്റെ കമ്മലെല്ലാം കിളി പറിച്ചെടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ഡോഗ്സിൻ്റെ സെക്ഷനിലേക്ക് എത്തി. വെറൈറ്റി ഡോഗെല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ ഫേവററ്റ് ഡോഗ് കേട്ടോ, ഹസ്കി. അതിനെയും കുറേ കണ്ട് അങ്ങനെ നടന്ന്. പിന്നെ മീനുകൾക്ക് നമ്മൾ തീറ്റയെല്ലാം കൊടുത്ത് ഇവർ നന്നായി കൊത്തി പറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കൈ. അങ്ങനെ ഇവരെല്ലാം കണ്ട്. പിന്നെ പ്രാവുകളുടെ സെക്ഷനിലേക്ക് എത്തി. നല്ല ഭംഗിയുള്ള പ്രാവെല്ലാം ഉണ്ടായിരുന്നു. മയിലിനെ പോലെ പീരിയെല്ലാം വരുത്തി. പിന്നെ നമ്മൾ കളിപ്പാട്ടത്തിൻ്റെ സെക്ഷനിലൊക്കെ എത്തി. നമ്മൾ കുറച്ച് 1-2 സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് അവിടെ നിന്ന് മടങ്ങി. ബായ്.